മന്ദിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്ന. For our wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my God, what's it? We will buy this one. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഏറെ ദുഃഖകരം, അത് തമാശയായിട്ടല്ല, ദുഃഖകരമായൊരു വീഡിയോ തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം യാഥാർത്ഥ്യം എന്തെന്ന് ജനങ്ങൾ എത്രയും വേഗം അറിയാമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്താണ് ഈ ഒരു സംഭവമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഏതാണ്ട് 2 മില്യൺ അടുത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു പഹയനാണ് ഈ അഖിൽ നാടി എന്ന് പറയുന്ന ഈ ഒരു ചെക്കൻ. ഓനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ കുട്ടികളാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അവരുടെ തുടക്കത്തിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു കണ്ടൻറ്റ് ക്രിയേഷൻ മീൻസ് ആ ക്രിയേറ്റിവിറ്റി ഈ ബൂമറിൻ്റെയൊക്കെ വെച്ചിട്ട് മില്യൻസ് കണ്ട അവരുടെ ആ ഒരു റീൽസൊക്കെ വളരെ മനോഹരമാണ്. ക്രിയേറ്റിവിറ്റി വളരെ മനോഹരം. പക്ഷേ ആക്ടിങ് വേസിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പേര് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുൾപ്പെടെയുള്ള ആൾക്കാർ കുറച്ച് നാടകീയതയാണ്, നാച്ചുറൽ ഫീൽ അല്ല എന്നുള്ളൊരു എന്താ പറയുക എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. അവരുടെ സിനിമ ഈ അടുത്ത് ഇറങ്ങി, മഹാരാജാസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. ആ സിനിമ അത്ര വിജയിച്ചില്ല, പരാജയമായി. സ്വാഭാവികം, പുതിയ ആൾക്കാരാണ്, തുടക്കക്കാരാണ്. ആ സിനിമ പരാജയപ്പെട്ടു. അതിൻ്റെ വലിയ ക്ഷീണത്തിൽ ഏറെ ദുഃഖകരമായ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഈ ഒരു പഹയനാകിൽ ഓനെ എന്താ പറയുക, ഇടിവെട്ടേറ്റവൻ്റെ തലയിൽ പെരുമ്പാമ്പ് കടിച്ചൊരവസ്ഥ. അഖിലിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. 1 വർഷമായുള്ള കല്യാണം കഴിച്ചിട്ട് ആനിവേഴ്സറിക്ക്, അതായത് ഭാര്യയ്ക്ക് ഗിഫ്റ്റായിട്ട് അഖിൽ മേടിച്ചു കൊടുത്തത് എന്താ പറയുക, ഈ നമ്മുടെ ഫോർച്യൂണറാണ്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. For our wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my God, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakh. Okay. Don't open your eyes, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise. ഈ ഒരു പെൺകുട്ടി മേഘ എന്ന് പറയുന്ന അഖിലിൻ്റെ 1 വർഷം അവൾ കല്യാണം കഴിഞ്ഞിട്ട് വലിയ ആഡംബരത്തിൽ, അതായത് അഖിലിനെ സംബന്ധിച്ച് ഞാൻ അവരുടെ കല്യാണം നടന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അഖിലിന് പറ്റിയ ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയില്ല. അവൾ വലിയ സുന്ദരിയാണ്, അഖിലൊരു സാധാരണക്കാരനായ ഒരു പയ്യൻ. അതുകൊണ്ട് അങ്ങനെ തോന്നാൻ പാടുണ്ടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് തോന്നി അഖിലിന് പറ്റിയൊരു പെൺകുട്ടിയല്ല എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. നല്ല മൊഞ്ചത്തിയാണ്. എനിവേ, എന്തോ ആയിക്കോട്ടെ, കല്യാണം കഴിച്ച് വളരെ സന്തോഷമായിട്ട്. റീൽസ് ലൈഫ് അല്ല റിയൽ ലൈഫ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം അത്. ഈ ശകലയുടെയൊക്കെ ഒളിച്ചോട്ടം ഭയങ്കര വൈറലായി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മാസം മൊത്തം വൈറലായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചിലപ്പം എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത ഞെട്ടലെന്നൊന്നും പറഞ്ഞാൽ പോരാ. അതായത് ലോകം അവസാനിച്ചാൽ പോലും ഇത് സംഭവിക്കുമെന്ന് ആരും ചിന്തിക്കത്തില്ല. എങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ മാറാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ട് വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോയുടെ ഒക്കെ താഴെ ഒരുപാട് പേര് സമ്മിശ്രമായ കമൻറ്റുകൾ, ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞുള്ള കമൻറ്റുകൾ, അഖിൽ പ്രതികരിച്ചില്ലെന്നും പറഞ്ഞുള്ള കമൻറ്റുകൾ, ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റ്, അഖിലിൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇട്ടേക്കുന്ന കമൻറ്റ്. അയാൾ പറയുന്നത് ഈ സംഭവം ഉള്ളതാണ്, ഈ ഒരു സംഭവം നടന്നിരിക്കുന്നു. 2 ദിവസം മുന്നേ ഈ മേഘ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയിരിക്കുന്നത് ഒരു ബസ് കണ്ടക്ടറായ ഒരു വ്യക്തിയുടെ കൂടാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ അതല്ല, ഫേക്കാണെന്നൊക്കെയുള്ള രീതിയിൽ എന്തിനാണ് നിങ്ങൾ ഗോസിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ, മില്യൺസ് വ്യൂസാണ് ഈ ഒരു വീഡിയോയ്ക്ക് വന്നേക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വീഡിയോകളും കുറേ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ഓഡിയൻസ് കുട്ടികളായതുകൊണ്ട് കുട്ടികൾ ഈ ഒരു വിഷയത്തിൽ വലിയ താല്പര്യം കാണിക്കത്തില്ല. പക്ഷേ അതായത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സംഭവം നടന്നുവെന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് പ്രയാസമാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണൊക്കെ മാലദ്വീപ്സിലൊക്കെ പോയിട്ട് ലക്ഷറി ലൈഫ്. ഈ അഖിൽ എന്ന് പറയുന്ന ഈ പയ്യൻ മറ്റേ മർച്ചൻ്റ് നേവിയിലും കണ്ട് ജോലിയുള്ള 3 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു പയ്യനായിരുന്നു. മാവേലിക്കരക്കാരനാണ്, നൂറിനാടാണ് വീട്. അത് നിർത്തി വന്നതിന് ശേഷം തൻ്റെ പാഷനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അത് വലിയ രീതിയിൽ ഈ കൊറോണ സമയത്താണ് തുടങ്ങുന്നത്, വലിയ രീതിയിൽ റീച്ച് ആവുന്നു. ഇപ്പോഴും അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, ആഡ് നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ അവൻ്റെ പാഷൻ സിനിമയായിരുന്നു, സിനിമയിലേക്ക് കടന്നു. അഭിനയവുമായി ബന്ധപ്പെട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത്ര നാച്ചുറൽ അഭിനയമൊന്നും അല്ല അഖിലിൻ്റെ.
അഖിൽ പക്ഷേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ്. ഒരു പക്ഷേ ഡയറക്ഷനൊക്കെ ആയിരിക്കും അഖിലിന് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ അതിനുശേഷം അഖിൽ കല്യാണം കഴിക്കുന്നു, ഈ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഒരു വർഷം ഇവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ആ ഒരു പയ്യൻ്റെ ഇതിൽ ഈ പെണ്ണ് റീച്ച് ആവുന്ന 117K ഫോളോവേഴ്സ് എങ്ങാണ്ട് ഈ പെൺകുട്ടിക്കും ഉണ്ട്. പെൺകുട്ടിയും ആടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. നല്ല റവന്യൂ കിട്ടുന്നു, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇപ്പം സിനിമ ഇറങ്ങുന്നു. ആ സിനിമ കാണാൻ വരെ, അതായത് ഒരാഴ്ച മുമ്പ് ഇവർ ഒരുമിച്ച് വരുന്ന ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്, അതായത് പൂർണ്ണമായി എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു ഊഹാപോഹമല്ല, ഇതിൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. വ്യക്തമായ ക്ലാരിറ്റി ഞാൻ വരുത്തിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. സജനയുടെ അന്ന് വീഡിയോ ചെയ്തപ്പോഴത്തേന് ആദ്യം ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പിന്നീട് എന്താണ് ഉണ്ടായത്? അപ്പോൾ ഇതിലും 100% വ്യക്തത വരുത്തിയതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ആ ഒരു വീഡിയോയും കൂടെ, ഈ പെൺകുട്ടി കാണിച്ച ആ ഒരു വീഡിയോ കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ആഗ്രഹമായിട്ട് ഇങ്ങനെ നായകനായി പോകുന്നതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയോ? ഇത് ഈഗോ എല്ലാം തോന്നി? സന്തോഷമാണ്. അല്ല, ഒരു തമാശക്ക് വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എന്താ എങ്കിലും അപ്പൊ ഇനി സിനിമ കാണാനുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? രണ്ടുപേർക്കും സിനിമ കാണാൻ, സിനിമ ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ. വെറുതെ എന്തിനാ പൈസ കളയുന്നേ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പൂ നിപ്പുണ്ട്, ഞാൻ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. അതെ, ഒരുപാട് ദശ പോകുന്നുണ്ട്. ഞാൻ ഫീൽ ചെയ്ത് കാണിക്കുന്നതാ. ഇത് കണ്ടോ, തോലി നൈസായിട്ട് കളയാവും. ചേട്ടാ, ഓണമൊക്കെ അല്ലേ വരുന്നത്, പുതിയ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ഫോട്ടോസും എടുക്കണം. എന്തിനാ പൈസ വേസ്റ്റ് ആക്കുന്നേ? നമുക്കിടാനേ ഇഷ്ടം പോലെ തുണി ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇതെപ്പോ മേടിച്ച്? നിങ്ങൾ വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഓണത്തിന് വാങ്ങിച്ചതാ. അല്ല, നമുക്ക് ആൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ പുതിയത്? അതെ, ഡ്യൂറോഫ്ലെക്സ് എയർ ബൂസ്റ്റ്. ഈ ഹ്യൂമിഡിറ്റിയിലെ നല്ല കൂളായിട്ട് ഇറങ്ങാൻ ഇത് സഹായിക്കും. ഇത് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ നമുക്ക് സിങ്ക് ചെയ്യുന്ന ഫീല് വരത്തില്ല. അത് നിങ്ങളുടെ വെയിറ്റ് ഇപ്പൊ എത്ര ആയാലും. അടിപൊളി. അപ്പൊ പൈസ നല്ലൊരു ഉറക്കത്തിന് വേണ്ടി ചെലക്കുന്ന പൈസ ഒരിക്കലും വേസ്റ്റ് അല്ല. അത് കറക്റ്റ് പോയിന്റ് ആട്ടോ. എന്നാ പിന്നെ നമുക്ക് അത്തപ്പൂ ഇടാൻ കുറച്ച് പൂ വാങ്ങിച്ചാലോ? എല്ലാ പൂക്കളും വാങ്ങാം, സദ്യ ഉണ്ടാക്കാം, ലാവിഷാവാം. ഞാനൊന്നേ പെട്ടെന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാം. ഓക്കെ, ഡ്യൂറോഫ്ലെക്സ് വന്നോണം, സ്ട്രെസ് എല്ലാം പൊക്കോണം. ഈ ഒരു സംഭവം നടക്കുന്നത് ഒരാഴ്ച മുമ്പാണ്. ഒരാഴ്ച മുമ്പ് സ്വന്തം ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ കാണാമെന്ന് സമ്പൂർണ്ണ സന്തോഷവതിയായി അതൊരാഘോഷമാക്കി മാറ്റിയ ഈ ഒരു പെൺകുട്ടി 2 ദിവസം മുമ്പ് ഒളിച്ചോടിപ്പോയി. തന്തയില്ലായ്മ. ഇതിനെ പലരും ചിലപ്പം സപ്പോർട്ട് ചെയ്തേക്കാം, അവളുടെ ഇഷ്ടമാണ് ഒളിച്ചോടുന്നതെന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നേക്കാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ശുദ്ധമായ തന്തയില്ലായ്മ. അതായത് ഈ ഒരു ചെറുക്കനോടൊപ്പം ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ നിയമപരമായി ഡൈവോഴ്സ് ചെയ്തതിനു ശേഷം ആ ഒരു പഹേൻ്റെ കൂടെ പോകായിരുന്നു. ഓൻ അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് കണ്ടക്ടർ, പന്തളത്തുള്ള പ്രൈവറ്റ് ബസ്സിലൊരു കണ്ടക്ടറാണ്. സാധാരണ നിലയ്ക്ക് ജീവിക്കുന്ന, സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരു പയ്യൻ. ആ ഒരു വിഷയമൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ഏത് രീതിയിൽ ജീവിക്കണമെന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ പെൺകുട്ടി കാണിച്ച ഈ ഒരു ചെറ്റത്തരം, ഇത്രയും അധികം ഒരാളെ വിശ്വസിപ്പിച്ച് കൂടെ നിന്നിട്ട് അവസാന നിമിഷം വരെ കൂടെ നിന്നതിന് ശേഷം ചതിക്കുക. ഇവർ ഞങ്ങൾ ഈ ഒരു വർഷമായിട്ട് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഫാമിലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അഖിലന്നാടി എന്ന് പറയുന്ന ഈ ചെറുക്കനെ സംബന്ധിച്ച് അവസാന നിമിഷം വരെ ഇവള് പോകുന്നവർ, അതായത് 2 ദിവസം മുന്നേ രാത്രി 10 മണിക്ക് ഇവൾ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. മറ്റേ പയ്യൻ കാർ കൊണ്ടുവന്ന് ആ കാറിൽ കയറി ബാഗ് എടുത്ത് ഇവള് പോയെന്നാണ് പറയുന്നത്. അതിനുശേഷം നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഇവരെ എല്ലാവരെയും വിളിപ്പിച്ചു. അവിടെ വെച്ച് ഈ പെങ്കൊച്ച് പറഞ്ഞ് എനിക്ക് ഈ പറഞ്ഞ അനൂപിൻ്റെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞ് അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുമായിരുന്നു. അഖിൽ എന്നാടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്താവും പ്രതികരിക്കാനാണ്? എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയണം. കുറേ പേര് അവിടെ കമൻ്റ് ഇടുന്നുണ്ട്, ഇവള് പറഞ്ഞെന്ന്, അതായത് പോലീസ് സ്റ്റേഷൻ ഇവള് പറഞ്ഞ് ഇവന് കുറേ പ്രണയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒളിച്ചോടിപ്പോയാന്ന്. അങ്ങനെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ ഒരാൾ ഒളിച്ചോടിപ്പോണ്ട ആവശ്യമുണ്ടോ? അതാണോ എൻ്റെ രീതി? അങ്ങനെ ഒരു പ്രണയവും ഇല്ല. എൻ്റെ അന്വേഷണത്തിൽ ഈ ചെറുക്കന് പ്രണയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റുള്ളൊരു ചെറുക്കനല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു വിവാഹം ഇങ്ങനെ ആയിപ്പോയത്. ഇവനൊരു സാധാരണപ്പെട്ട പയ്യനാണെന്ന് തോന്നുന്നു. ഒരു സാധാരണ മൈൻഡുള്ള, അവൻ ഈ കോമഡിയും കാര്യങ്ങളും അതിലൊരു പാഷനായിട്ട് നടക്കുന്ന, കുടുംബജീവിതത്തിനോട് വലിയ സീരിയസ്നെസ് ഇവൻ കാണിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചറിയാമല്ലോ, പല കാര്യങ്ങളാണ്. ചിലർക്ക് എന്താ പറയുക, സെക്സിനോട് വലിയ കമ്പം, ചിലർക്ക് ആഹാരത്തോടാണ് കമ്പം, ചിലർക്ക് യാത്രകളോടാണ് കമ്പം, ചിലർക്ക് കെയറിങ് ആണ് കമ്പം. ഇതെല്ലാം ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയാലേ ഈ ചില പെൺകുട്ടികളെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. എന്നാൽ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. അവർക്ക് എങ്ങനെ ആയാലും ആരോടായാലും ജീവിക്കണം, തൻ്റെ ഭർത്താവ് എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിൽ ഏതൊരു പാഹേനാണെങ്കിലും ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഒരു തരത്തിലും എന്തെങ്കിലും ഒരു മിസ്സിങ് വരികയാണെങ്കിൽ
അതായത് ബാക്കി എല്ലാം ഉണ്ടെങ്കിലും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും ഡൈവേഴ്സായി പോകുന്നത്. ആ ഒരു കാര്യം കൊണ്ട് ഞാൻ പോകുന്നു. അതായത് എല്ലാം ചെയ്യുന്നുണ്ട്, വലിയ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നുണ്ട്, എല്ലാം എനിക്ക് തരുന്നുണ്ട്, സെക്സ് അടക്കമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് കെയറിങ് ഇല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇനി കെയറിങ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണെങ്കിൽ പറയും ഓൻ വലിയ കെയറിങ് കാര്യങ്ങളുമാണ്, പക്ഷേ ഓൻ സെക്സിൽ വീക്കാണ്, അല്ലെങ്കിൽ ഓൻ 5 പൈസ മുടക്കത്തിലെ പിശുക്കന്, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നൊക്കെ തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ പോകുന്നത്. പക്ഷേ ആ പോയ രീതി ഒരിക്കലും അതിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചെറുക്കനുണ്ടായ മാനഹാനി, ഇവൻ്റെ കുടുംബത്തിനുണ്ടായ മാനഹാനി, ഇവരുടെ കല്യാണത്തിൻ്റെയൊക്കെ ആ ഒരു വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുക. എനിക്കത് കണ്ടപ്പോഴേ അന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, വിശ്വസിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. ഇത്രയും ദിവസം അവസാന നിമിഷം വരെ കൂടെ നിന്ന് ഈ രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് ഈ പെണ്ണ് ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഇവനെ കൊല്ലാനൊന്നും ശ്രമിച്ചില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഓനെ കൊന്നതിന് ശേഷം അഞ്ചൽ, ഞങ്ങളുടെ നാടാണ് അഞ്ചൽ, മറ്റേ ഓസ്ട്രേലിയക്കാരി യുവതി സാമിനെ കൊന്ന ഓർമ്മയില്ലേ, അത്തരത്തിലുള്ള അറ്റംപ്റ്റ് ഒന്നും നടത്തിയില്ല. വലിയ ആശ്വാസം, അത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ഭാഗ്യ സൗന്ദര്യം നോക്കി മാത്രം ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഈ ഒരു സംഭവം മാറുന്നു. ഈ ഒരു വിഷയത്തിലുള്ള എല്ലാ ഊഹാപോഹങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അഖിൽ എന്നാടി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ സുന്ദരിയായ മേഘ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, ഈ ഒരു സ്ത്രീ മറ്റൊരുത്തിനോടൊപ്പം ഒളിച്ചോടിപ്പോയി. പോലീസ് സ്റ്റേഷനിൽ ആർക്കും വേണമെങ്കിലും അന്വേഷിക്കാം, അതാണ് അതിൻ്റെ വാസ്തവം. നൂറനാട് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവനെ കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ കമൻറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എനിക്ക് അഖിലിനെ ഒരു പരിചയമില്ല, യാതൊരു പരിചയമുള്ള ആളല്ല, പക്ഷേ ഞാൻ വളരെ വ്യക്തമായി അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിവേ, ഏറെ ദുഃഖകരമായ അവസ്ഥ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.